സഞ്ജയുടെ ബോഡിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വാച്ചൊന്നും മിന്നുന്നതൊക്കെ സോളും ശ്രദ്ധിക്കുന്നു. സോളും അവന്റെ അടുത്ത് ചെന്ന് വാച്ചിലൊക്കെ നോക്കുമ്പോഴാകട്ടെ ആ വാച്ചും നിന്നു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടാതിരിക്കുകയായിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജയുടെ ആ ഒരു വാച്ചിലൊക്കെ അവളും ഞെക്കി നോക്കുന്നു. അവളും ടൈം ട്രാവലൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പാസ്റ്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് അവൾ എത്തിയിട്ടുമുള്ളത്. അങ്ങനെ ഇരിക്കെ തൊട്ടടുത്തുണ്ടായിരുന്ന സഞ്ജയുടെ സ്കൂളിലേക്കൊക്കെ നോക്കിയതിനു ശേഷം അവളും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സഞ്ജയുടെ വീട്ടിലേക്കൊക്കെ കൊറിയർ മാറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവനും ഇപ്പോൾ അത് സോളിന്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോഴാകട്ടെ സോളും അവനെ കണ്ടിട്ടും കാണാത്തതുപോലെയൊക്കെ ഒളിച്ചിരിക്കുന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ സോളും കുടുംബവും അവിടെ നിന്നും സ്ഥലമൊക്കെ മാറി പോയിട്ടുമുണ്ടായിരുന്നു. അപ്പോഴാകട്ടെ ഇതിനു മുമ്പ് പല സമയങ്ങളിലായിട്ട് ആ ഒരു പരിസരത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങളെ കുറിച്ച് കൂടി സോൾ ഓർത്തു നോക്കുന്നു. പക്ഷെ ഇത്തവണ അവൾ അതൊന്നും തന്നെ നടക്കുവാനായിട്ടും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോളും അങ്ങനെ വണ്ടിയിലൊക്കെ കയറി പോയി കഴിയുമ്പോഴത്തേക്കുമാണ് അവർ വീടൊക്കെ മാറി പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സഞ്ജയും വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതായത് സഞ്ജയുടെ ഷോൾഡറിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ സമയമായിരുന്നു അത്. സോളിനെ പരിചയപ്പെടാതിരുന്നത് കൊണ്ട് തന്നെ സോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മിഠായിയും അതുപോലെ തന്നെ സോളിന്റെ ഒപ്പമുള്ള ഫോട്ടോഗ്രാഫും സോളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്ന പാട്ടും എല്ലാം തന്നെ ഇല്ലാതായി പോക്കുകയാണ്. ഇനി പ്രസന്റ് ഒക്കെ കാണിക്കുകയാണ്. അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു അവാർഡൊക്കെ അനൗൺസ് ചെയ്യുവാനായിട്ടായിരുന്നു സഞ്ജയനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവാർഡ് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു കവർക്ക് സഞ്ജയ്ക്ക് നൽകുകയും അതിപ്പോൾ തുറന്നു നോക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവിടെയുള്ള സ്റ്റാഫ്സ് അറിയിക്കുകയും ചെയ്യുന്നു. പിന്നീട് സഞ്ജയ് നടന്നു വരുമ്പോഴത്തേക്കുമാണ് സോളും പേഴ്സൊക്കെ മോഷ്ടിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സോളും സഞ്ജയും കൂടി കൂട്ടിമുട്ടി കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്ന കവറൊക്കെ നിലത്തേക്കൊക്കെ വീഴുന്നു. നീ കള്ളിയാണോ? ഈ ഒരു പേഴ്സൊക്കെ നീ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും പോലീസിനെ വിളിക്കട്ടെ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴാകട്ടെ സഞ്ജയനെ കണ്ട ആ ഒരു സന്തോഷം കൊണ്ടൊക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നീ എന്തിനാ കരയുന്നേ? ഞാൻ നിന്നെ കരയിച്ചൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും പഴയ സമയത്തും ഇതുപോലെ സഞ്ജയ് തന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ സോളും ഓർക്കുകയാണ്. പിന്നീട് സഞ്ജയ് പോലീസിനെയൊക്കെ കോൾ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിലത്ത് കിടന്ന് കവറൊക്കെ എടുത്തുകൊണ്ട് സോളും ഓടുന്നു. സോളും പിന്നീട് പോകുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ സഞ്ജയനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടീനെയൊക്കെ അവിടെ വെച്ച് അവളും കാണുന്നത്. സോൾ തിരികെ വീട്ടിലെത്തി കഴിയുമ്പോഴാകട്ടെ വീട്ടിലുള്ളവർ അവാർഡ് ഫംഗ്ഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോളും ഹ്യുൻജുവിന്റെ അടുത്താകട്ടെ നേരത്തെ കൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ തിരികെ മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അറിയിക്കുന്നു. സോളും കയ്യിലുണ്ടായിരുന്ന കവറൊക്കെ ചുരുട്ടിക്കൂട്ടി കളയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അതിന് പണ്ടത്തെക്കാലം കട്ടിയുള്ളതായിട്ടൊക്കെ അവൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അവാർഡിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന മൂവിയുടെ പേരൊക്കെ ആയിരുന്നു അതിലും എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവൾ ടിവിയിലേക്ക് നോക്കുമ്പോഴാകട്ടെ സഞ്ജയും കയ്യിലുണ്ടായിരുന്ന റെസിഗ്നേഷൻ ലെറ്ററിന്റെ ആദ്യത്തെ ലൈനൊക്കെ വായിച്ചും കേൾപ്പിക്കുന്നു. അത് ഒരു മൂവിയാണെന്നായിരുന്നു അവനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജയും വീട്ടിലെത്തി കഴിയുമ്പോഴാകട്ടെ മാനേജറും ഇൻഹുക്കും കൂടി ചേർന്നിട്ട് പല പല ട്രോൾസും അവനെക്കുറിച്ച് എഴുതി വന്നിട്ടുള്ളതെല്ലാം തന്നെ അവനെ വായിച്ചു കളിപ്പിക്കുകയാണ്. ഇൻഹുക്കും ആ ഒരു ലെറ്റർ ഒക്കെ കണ്ടതിന് ശേഷം അവൾ മദ്യപിച്ചാണ് ഇത് എഴുതിയതെന്നാണ് തോന്നുന്നത്. എന്തായാലും വളരെ കഷ്ടമായി പോയി കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാനേജറും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപാട് പ്രഷറൊക്കെ അനുഭവിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ വർക്കേഴ്സും കയ്യിൽ എപ്പോഴും ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ കൊണ്ട് നടക്കാറുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ മാനേജറും കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കാണുന്ന സഞ്ജയും ഇപ്പോൾ തന്നെ അതൊക്കെ ഞാൻ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് മാനേജറുടെ കയ്യിൽ നിന്നും അത് മേടിക്കുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും മാനേജറും അത് കൊടുക്കുവാനായിട്ടൊന്നും തയ്യാറായിരുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കത്തിന്റെ കാര്യമൊക്കെ മീഡിയാസിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാമെന്നൊക്കെ മാനേജർ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവമൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും മറക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഇതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട എന്നാണ് സഞ്ജയുടെ അഭിപ്രായം. എന്തായാലും ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളെ കാണരുതെന്നാണ് അവൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഇരിക്കെ ആയിരുന്നു നേരത്തെ ആ ഒരു സ്റ്റോക്കറൊക്കെ സഞ്ജയുടെ വീടിന് മുമ്പിലൊക്കെ എത്തുന്നത്. സഞ്ജ ഡോറ് തുറക്കുമ്പോഴാകട്ടെ ആ ഒരു പെൺകുട്ടി അവിടെ നിന്നും ഇറങ്ങി ഓടുകയും സെക്യൂരിറ്റി അവളുടെ പിന്നാലെയൊക്കെ പോക്കുകയും ചെയ്യുന്നു. മീറ്റിംഗിൽ വെച്ചാകട്ടെ ബോസും ഡോജുളിന് പകരമായിട്ട് മറ്റൊരു ആക്ടറിനൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നും അങ്ങനെ ഏത് ആക്ടറിനെ കൊണ്ടുവരുമെന്നുമുള്ള ചർച്ചയിലൊക്കെയാണ്. പക്ഷേ സോളും ഹ്യുൻജുവും ഫോണിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതും. സോളാകട്ടെ സഞ്ജയനെ കുറിച്ചുള്ള ന്യൂസൊക്കെയാണ് കാണുന്നതെങ്കിൽ ഹ്യുൻജുന്റെ മൂത്ത മകളുടെ ടീച്ചറാകട്ടെ അവൾ സ്കൂളിൽ വെച്ച് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹ്യുൻജുന് മെസ്സേജും അയച്ചിരിക്കുകയാണ്. ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അയാള് ഫോണൊന്നും എടുക്കുന്നില്ലായിരുന്നു എന്ന കാര്യം കൂടി ടീച്ചർ പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ചേട്ടന്റെ അടുത്ത് ദേഷ്യമൊക്കെ ആയിട്ടിരിക്കുകയാണ് ഹ്യുൻജു. പെട്ടെന്ന് ബോസും അവളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ പകരമായിട്ട് ആരെ കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സഞ്ജയുടെ പേരായിരുന്നു ഹ്യുൻജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഞ്ജയൊക്കെ ശരിയാകുമോ എന്നൊക്കെ ബോസ് ചോദിക്കുമ്പോഴാകട്ടെ
നേരത്തെ നമ്മൾ ഹീറോയുടെ സ്ക്രിപ്റ്റ് ഒക്കെ അവന് കൊടുത്ത സമയത്താകട്ടെ ആ ഓരോ സിനിമയിലൊന്നും അഭിനയിക്കുവാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ പോലും അതിന് പകരമായിട്ട് മറ്റേത് സിനിമയിൽ വിളിച്ചാലും അഭിനയിക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നമുക്കിതിന്റെ സ്ക്രിപ്റ്റ് എങ്കിലും അവനൊന്ന് അയച്ചു കൊടുക്കാമെന്നാണ് ചോയുടെ അഭിപ്രായം. ടീച്ചറിനെ കോൾ ചെയ്തുകൊണ്ടാണ് ഹിഞ്ചുവും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഒക്കെ മാറിപ്പോകുകയാണ്. അതായത് നേരത്തെ ഡോജൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന എനിക്ക് കിസ് വേണമെന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അവൻ അയച്ചു കൊടുക്കേണ്ടിയിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ സോൾ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്റ് ഒക്കെയാണ് പകരമായിട്ട് ഹിഞ്ചു അയച്ചു കൊടുക്കുന്നത്. സഞ്ജയും ആ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു നോക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ സോളിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ആക്കി അവൾ എഴുതിയതായിരുന്നു. ആദ്യമായിട്ട് സോൾ സഞ്ജയുടെ സൗണ്ടൊക്കെ കേൾക്കുന്ന സീനോട് കൂടി തന്നെ തുടങ്ങുന്ന ഈ ഒരു കഥയൊക്കെ ആകട്ടെ ഏറ്റവും ഒടുവിലായിട്ട് സഞ്ജയ്ക്ക് സോൾ എന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം പോലും അറിയാത്ത രീതിയിലേക്കൊക്കെ അവസാനിക്കുകയാണ്. അവന്റെ ലൈഫൊക്കെ ഇല്ലാതായത് അവൾ കാരണമാണെന്നൊക്കെ അവൾ മനസ്സിലാക്കിയതിനു ശേഷം അവളാകട്ടെ അവൻ തന്നെ കാണുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കി അവന് പുതിയൊരു ലൈഫ് നൽകുകയാണ്. ഞങ്ങൾ പരസ്പരം കാണാതിരിക്കുകയായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നടന്നേനെ എന്നൊക്കെയാണ് അവളും കരുതിയിരുന്നതെന്നൊക്കെ ഇപ്പോൾ അതിൽ അവനും വായിക്കുന്നു. ആ ഒരു പാട്ട് അവളുടെ ഓർമ്മകളിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് പോലും അവൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുന്ന സൺഷയുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. ഇപ്പോൾ സോളിനെയും കൂട്ടിക്കൊണ്ട് ബോയ്സും ഒരു റെസ്റ്റോറന്റിലൊക്കെ എത്തിയിരിക്കുകയാണ്. സഞ്ജയ്, നീ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു നേരത്തെ സ്ക്രിപ്റ്റിന് പകരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അവനും നിന്റെ ഒപ്പം വർക്ക് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കും അവളും ആകെ ഞെട്ടിപ്പോക്കുന്നു. സഞ്ജയ് ഇപ്പോൾ അവരെ കാണുവാനായിട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അകത്ത് സോൾ ഇരിക്കുന്നതൊക്കെ അവൻ കാണുന്നത്. സോൾ ആയിരുന്നു ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ഒന്നും ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയും പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പിന്നീട് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും സോൾ കാരണം ഞാൻ ഒരുപാട് നാണം കിട്ടത്തില്ലേ, അതുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷ അവളും അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവനും അകത്തേക്കൊക്കെ കയറി ചെല്ലുന്നു. ഇതിനു മുമ്പും ഇതേപോലത്തെ ഒരു സീനൊക്കെ ടൈം ട്രാവൽ ചെയ്ത് സോൾ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. അതായത് സോൾ സഞ്ജയനെ കാണുവാനായിട്ട് പോകുന്ന സമയത്ത് ഹ്യുൻജിന്റെ കോളൊക്കെ വന്ന് ഹ്യുൻജിനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയും സഞ്ജയനെ അവൾ വെള്ളത്തിലേക്ക് തള്ളിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തെ അതേ രീതിയിലുള്ള കോസ്റ്റ്യൂമൊക്കെയാണ് അവർ ഇപ്പോഴും ഇട്ടിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ റെസ്റ്റോറന്റിൽ തന്നെയാണ് ഇപ്പോഴും അവർ കണ്ടുമുട്ടുവാനായിട്ട് പ്ലാനും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാകട്ടെ സഞ്ജയുടെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. നേരത്തെയും ഇതുപോലെ തന്നെ സോള് സഞ്ജയനെ കാണുവാനായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ആയി ചെല്ലുകയും ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ കണ്ട് അതിനുള്ളിലുണ്ടായിരുന്ന വിസിറ്റിംഗ് കാർഡ് മൂലമാണ് സോളിന്റെ പേരൊക്കെ അവൻ മനസ്സിലാക്കി സോളിനെ കാണുവാനായിട്ട് തിരികെ എത്തിയിട്ടുമുണ്ടായിരുന്നത്. ആ ഒരു സിറ്റുവേഷന് പാരലായിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നടക്കുന്നത്. സഞ്ജയ് തനിക്ക് ഈ മൂവി ചെയ്യുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറയുവാൻ തുടങ്ങുമ്പോഴത്തേക്കും സോളും സഞ്ജയോട് ഈ മൂവി ഒന്നും താൻ ചെയ്യരുതെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ മെയിൻ ലീഡായിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ആ ഒരു ക്യാരക്ടറുമായിട്ട് നിങ്ങൾക്ക് ഒരു സാമ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിങ്ങളെ ഇതിന്റെ നായകനൊന്നും ആക്കുകയില്ല എന്നൊക്കെ സോളും വാശി പിടിച്ചു പറയുന്നു. സഞ്ജയും ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രപ്പോസലൊക്കെ റിജക്ട് ചെയ്യാനായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ പേരിൽ വരുന്ന എല്ലാ പ്രപ്പോസലും നീ വേണ്ടെന്നൊക്കെ വെക്കണമെന്ന് പറഞ്ഞ് സോള് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. സഞ്ജയ്ക്ക് വിഷമമായി കാണുമെന്ന കാര്യമൊക്കെ സോളിന് അറിയാമെങ്കിൽ പോലും അവന്റെ നന്മയ്ക്കായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ വിചാരിച്ച് സോളും ഇരിക്കുകയാണ്. സഞ്ജയ് തിരിച്ചു പോകുമ്പോഴാകട്ടെ മാനേജറും, നീ ഫേക്ക് ആയിട്ട് പോലും ഒരു ഡേറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു റൊമാൻറ്റിക് മൂവിക്കൊന്നും നിനക്ക് അഭിനയിക്കുവാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ടായിരിക്കാം അവൾ നിന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുകയാണ്. സഞ്ജയ്ക്കും അതൊക്കെ കേട്ടിട്ട് ഒരുപാട് ദേഷ്യം വരുന്നത് കൊണ്ട് തന്നെ സോള് തിരികെ പോകുന്ന സമയത്തും സഞ്ജയ് സോളിന് വേണ്ടി കാത്തു നിൽക്കുന്നു. സഞ്ജയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനുണ്ടെന്ന് സോളിന്റെ അടുത്ത് പറയുമ്പോൾ സോളും അവനെ അവോയ്ഡ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ എഴുതിയ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ അവന്റെ കയ്യിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവനും അതൊക്കെ വായിച്ചു കളിപ്പിക്കുന്നു. അങ്ങനെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ സോളും സഞ്ജയുടെ ഒപ്പമൊക്കെ പോവുകയാണ്. ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത് ഒരു ബാറിലാണ്. നേരത്തെയും അവർ പരസ്പരം സംസാരിക്കുവാനായിട്ട് ഈ ഒരു ബാറൊക്കെയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുമുണ്ടായിരുന്നത്. ഇപ്പോൾ സഞ്ജയും അവളുടെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ അവൾക്ക് തിരികെ നൽകിയതിനു ശേഷം എന്തുകൊണ്ടാണ് തന്നെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്താത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അവളും ഒരു ആക്ടറിന്റെ പേരൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ നായകനാക്കിയിട്ടാണ് ഈ ഒരു സിനിമക്ക് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്ക് 19 വയസ്സൊക്കെ പ്രായമുള്ളതാണ്. അങ്ങനെയിരിക്കെ സ്കൂളിൽ പഠിക്കുന്ന പയ്യനായിട്ടൊക്കെ നീ എങ്ങനെയാണ് അദ്ദേഹത്തെ അഭിനയിപ്പിക്കുക എന്നൊക്കെ സഞ്ജയും ചോദിക്കുന്നു. അതിനല്ല ഇപ്പോഴത്തെ ടെക്നോളജിക്കുള്ളത്, ഞാൻ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റിയെടുക്കുന്നതായിരിക്കുമെന്നൊക്കെ അവളും അറിയിക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള നന്നായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരാളെയാണ് തനിക്ക് ആവശ്യമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് മേടിക്കുവാൻ ഇതെന്താ വല്ല ഫിഷുമാണോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. ഗ്രാൻഡ്മ സെലസ്റ്റിയലൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുതിരയുടെ വർഷത്തിൽ ജനിക്കുന്ന ഒരാളുമായിട്ട് ഓരോ രീതിയിലുള്ള ഡീലിങ്സും വെക്കരുതെന്നാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്റെ കരിയർ തന്നെ ഇല്ലാതായി പോകുമെന്നൊക്കെ അവളും പറയുന്നു.
നിനക്ക് ഈ വിധിയിലൊക്കെ വിശ്വാസമുണ്ടോ എന്നൊക്കെ സോളിന്റെ അടുത്ത് സണിച്ച് ചോദിക്കുമ്പോഴാകട്ടെ എനിക്ക് അതിലെല്ലാം തന്നെ വിശ്വാസമുണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം സോളും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ബസ്സിലിരിക്കുന്ന സമയത്തും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന അവളാകട്ടെ അവിടെ ഇരുന്നു കൊണ്ട് കരയുന്നു. സൺജയും വെള്ളത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടീനെ രക്ഷിക്കുവാനായിട്ട് നീന്തുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ടായിരുന്നോ പിറ്റേ ദിവസം എണീക്കുന്നത്. നിന്നെ ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണല്ലോ, അതുപോലെ തന്നെ നിന്നെ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അക്കൂട്ടത്തിലായിരിക്കും അവൾ ഉൾപ്പെടുക. അതുകൊണ്ടായിരിക്കാം കുതിരയുടെ വർഷം ജനിച്ച ആളുടെ ഒപ്പം സിനിമ ചെയ്യുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു നടനുണ്ടല്ലോ, അയാളും അതേ കുതിരയുടെ വർഷം തന്നെയായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ ഇൻഹുക്കും അറിയിക്കുന്നത്. സോളിനെ സൺജയ് ഇപ്പോൾ കോളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ സൺജയാണെന്ന് അറിയുമ്പോൾ തന്നെ സോളും കോളൊക്കെ കട്ട് ചെയ്യുന്നു. മാനേജറെ കൊണ്ട് വിളിപ്പിച്ചതിന് ശേഷം സോളിന്റെ അടുത്ത് കുറെ അധികം ഓഫേഴ്സ് ഒക്കെ വെക്കുകയാണ് സൺജയും. മൂവിയുടെ പ്രൊഡക്ഷനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നൽകാമെന്നായിരുന്നു സൺജയ് ആദ്യം പറയുന്നത്. വേണമെങ്കിൽ സൺജയ് തന്നെ മൊത്തം പണവും നൽകിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സോൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. സൺജയ് ഫ്രീ ആയിട്ടൊക്കെ ആ ഒരു മൂവിയിൽ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞിട്ടും സോൾ സമ്മതിക്കുന്നില്ല. മൂവിയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഞാനൊരു വെക്കേഷൻ പോലും പോകുകയില്ല, ഫുൾ ടൈം സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ അവൾ പറയുമ്പോഴാകട്ടെ അവളും നീ എന്തോരം വേണമെങ്കിലും വെക്കേഷനൊക്കെ പോയിക്കോ, നിന്നെ എന്തായാലും ഈ ഒരു മൂവിയിൽ ചേർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ അവളും പറയുന്നു. പിന്നീട് ആ ഒരു കോളും കൂടി കട്ടാക്കുകയാണ്. നീ ഇങ്ങനെ സ്വയം നാണം കേടാതെ ഈ ഒരു മൂവിയൊക്കെ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ സഞ്ജയുടെ അടുത്ത് മാനേജർ പറയുമ്പോഴത്തേക്കും അതാണ് നല്ലത് എന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ സഞ്ജയും എത്തുന്നു. സഞ്ജയുടെ അപ്പാർട്ട്മെന്റിലേക്കൊക്കെ സ്റ്റോക്കർ ഒളിച്ചു കിടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സെക്യൂരിറ്റിയും അവളെ ഓടിക്കുന്നു. അങ്ങനെ അവളും കുറെ ദൂരം ഓടിയിട്ട് നേരെ യങ്സുന്റെ മുമ്പിലേക്കാണ് ചെന്ന് പെടുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.